ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വ്യൂസ് ഓഫ് ലൈഫിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അതാരത്? ഞാനല്ലേ സ്വാഗതം പറയണത്? പഞ്ചിന് വേണ്ടി വന്നാണോ? ഇല്ല, കുഴപ്പമായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു പുതിയ ഗിംബൽ PNY മൊബീ ഗിംബൽ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇത് അൺബോക്സിങ് കാണിച്ചു കൊടുക്കാം. ഓക്കെ. അപ്പൊ നമുക്കിത് തുറന്നു നോക്കാം. അതിൻ്റെ ബാഗ് ഉണ്ട്. ഇതാണ് ബാഗ്. ഇതൊരു 2 ചെറിയ പാക്കറ്റുകളുണ്ട് ഇവിടെ. ഇതതിൻ്റെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ യൂസർ ഗൈഡ് ഉണ്ട്. ഇൻ ദ ബോക്സ് ഗിംബൽ സ്റ്റെബിലൈസർ 1 പീസ്, മൈക്രോ USB കേബിൾ 1 പീസ്, യൂസർ മാനുവൽ 1. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിംബൽ. കേബിൾ ഉണ്ട്. അത് ഇതിൻ്റെ സ്റ്റാൻഡാണിത്. ഇത് നമ്മുടെ ട്രൈപോഡ് പോലെയുള്ള അടിയിലാണ് ഇത് ഫിക്സ് ചെയ്യുന്ന സ്റ്റാൻഡാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് എടുക്കാം. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് എന്ന് നോക്കാം. ഇതിൻ്റെ സ്വിച്ചാണ്. ഇതിൽ സിംഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും ഓണാകും. ഈ സൈഡിൽ ചാർജാണ്. ഇത് 12 hours വരെ ചാർജ് ആവുന്നുള്ളതാണ്, ചാർജ് നിൽക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത്, യൂസർ മാനുവലിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ ഒരു മോട്ടറുണ്ട് ഇതിൻ്റെ അകത്ത്. ഇവിടെ ഒരു മോട്ടർ ഇതാ ഇങ്ങനെ, പിന്നെ ബാക്കിലൊരു മോട്ടർ ഇതാ, ഇത് തിരിയായൊരു മോട്ടർ, പിന്നെ മെയിൻ മോട്ടർ ഇതാണ്. ഇതിപ്പോൾ ഓൾറെഡി വർക്കിംഗ് ആണ്. നമുക്കത് ഇനി ഫോൺ ഫിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ളതിലേക്ക് നോക്കാം. നമുക്ക് ഫോൺ ഫിക്സ് ചെയ്യാം. ഫോൺ എടുക്കുമ്പോൾ ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ ഈ പോർഷൻ ഈ ഭാഗത്ത് ഫിക്സ് ആവണം. അപ്പോൾ ഇത് പതുക്കെ 2 സൈഡിലേക്കും ഇതുപോലെ വലിച്ചു പിടിച്ചിട്ട് ഇതിലേക്ക് ഫിക്സ് ചെയ്യണം. നമ്മൾ ഫോൺ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഇത് നേരെ കറങ്ങി വരാത്തത്. നമുക്കിതിൻ്റെ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം ഫോണിന് വലിപ്പം കൂടുതലായത് കാരണം Note 9 ആണ് ഞാനിപ്പോൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് കുറച്ച് നീളം കൂടുതലായതുകൊണ്ട് എൻ്റെ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ബാക്കിൽ ഇതിൻ്റെ ഇവിടെ ഒരു അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു സംഭവമുണ്ട്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതാണ് അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനുള്ളൊരു പോസ്റ്റാണ് സംഭവം. ഇത് നീക്കി നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ക്യാമറ ഇനി ഓണാക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ വർക്ക് ചെയ്യും. അപ്പോൾ ഇനി ഇതും നമ്മുടെ ഫോൺ വർക്ക് ചെയ്ത് തുടങ്ങി. ക്യാമറ ഏത് രീതിയിൽ ഫിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിതിൻ്റെ അകത്തൊരു ആപ്പുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് PNY മൊബീ എന്നുള്ളൊരു ആപ്പാണ്. ഈ ആപ്പുമായി ഇത് ബ്ലൂടൂത്ത് വഴി ബന്ധിപ്പിക്കണം. ഇതിൻ്റെ ബ്ലൂടൂത്ത് ഇപ്പോൾ ഓണാണ്. നമുക്ക് പെയർ ഡിവൈസ് എന്നുള്ള ഓപ്ഷനിൽ പോയാൽ ഈ ഡിവൈസുമായിട്ട് നമ്മുടെ ഫോൺ കണക്റ്റ് ആവും. സ്റ്റെബിലൈസർ കണക്റ്റ് ആയിട്ടുണ്ട്, പെയർ ഡിവൈസ്. ഇതാ, അപ്പോൾ നമ്മുടെ ഫോണ് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് റെക്കോർഡ് ചെയ്യാൻ ഇതിൻ്റെ ബാക്കിലൊരു ബട്ടൺ ഉണ്ട്. ഈ ആപ്പ് വഴി റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഈ ബാക്കിൽ ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെക്കോർഡിങ് സ്റ്റാർട്ടാവും ഓട്ടോമാറ്റിക്കായിട്ട്. പിന്നെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡിങ് പോസ് ആവും, സ്റ്റോപ്പായി കട്ടാവും. വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റെക്കോർഡിങ് സ്റ്റാർട്ടാവും. ഇതാ, അപ്പോൾ നമ്മൾ റെക്കോർഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്കിനി ഇത് ക്യാമറ, ഇപ്പോൾ നമ്മുടെ ക്യാമറ ഷേക്ക് ആവാണ്ടാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ അതേ രീതിയിൽ നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ആപ്പിൽ പോയി സേവ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് നമ്മുടെ സെൽഫി ക്യാമറ ഉണ്ട്. ഇനിയിപ്പോൾ ഇത് ഷൂട്ടിങ് കാണിച്ചു തരാം. നമ്മുടെ ക്യാമറ ഷൂട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഫോക്കസ് ക്ലിയർ ചെയ്യാൻ ഈ ബട്ടൺ
ഈ ഗിംബലിലുള്ള ഈ ബട്ടണാണ്, ഫോക്കസിനുള്ള ബട്ടണാണിത്. ഇതാ ക്യാമറയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇതിപ്പോൾ ഇത് സൂം ആവുന്നുണ്ട്. അത് ഫ്രണ്ടിലും ബാക്കിലും അതേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വളരെ നല്ലൊരു ഓപ്ഷനാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോസ് എല്ലാം ഇതിൽ ഷൂട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഗിംബലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ സംഭവങ്ങൾ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെയും എല്ലാവർക്കും വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ അടുത്ത ഷൂട്ടിംഗ് നമ്മൾ ഗിംബലിൽ ചെയ്യുന്നതായിരിക്കും. ബൈ ബൈ.